അപ്പോൾ ഇനി അടുത്തത് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ അച്ഛനെയാണ്. അച്ഛൻ ട്രഷറി ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തതാണ്. പക്ഷേ അച്ഛനെ കണ്ടാലും അച്ഛൻ്റെ സംസാരമൊന്നും ആ രീതിയിലൊന്നുമല്ല. കാരണം ഭയങ്കര പാവമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനും കുറച്ച് ഡിപ്രഷനും അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. പക്ഷേ എനിക്ക് തോന്നി ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എങ്ങാണ്ടാണ് അച്ഛൻ ആദ്യമായിട്ട് എൻ്റെ ഒരു സ്റ്റേജിൽ ഒരു പെർഫോമൻസ് കാണുന്നത്. അന്ന് അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം അച്ഛനത് എന്താ പറയുക, ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു സങ്കടം അന്ന് അച്ഛനുണ്ടായിരുന്നു. അച്ഛന് എന്താ ഇപ്പം എന്താ അച്ഛന് തോന്നുന്നത് ഇങ്ങനെ ഇങ്ങനെ ഫ്ലോറിലൊക്കെ ഇങ്ങനെ വളരെ സന്തോഷമുണ്ട്. അച്ഛനിപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എന്നോട് അന്നും വീട്ടിൽ ഇങ്ങനെ പറയും, അച്ഛന് പറയും ഇങ്ങനെ എനിക്ക് അന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ കാണുമ്പോൾ. എന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യം അമ്മയാണ് ഇതിന്റെ പിന്നിൽ എന്ന് എപ്പോഴും പറയാല്ല അച്ഛാ. ഇപ്പോഴെപ്പോഴും പറയാൻ അമ്മ കാരണമാണ് ഞാൻ ഇവിടെ എത്തിയതാണ് അച്ഛൻ എപ്പോഴും പറയാം. പക്ഷെ അങ്ങനെയല്ല, അച്ഛൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് എന്തായാലും ഇവിടെ എത്താൻ പറ്റില്ലല്ലോ. ഇനി എനിക്ക് ഞാൻ പരിചയപ്പെടുത്താനുള്ളത് എൻ്റെ അമ്മേനെയാണ്. അമ്മേനെ ഫ്ലോറിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കുറേ പെർഫോമൻസിനൊക്കെ അമ്മ കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഓരോ പെർഫോമൻസ്. ഇങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്ക് അമ്മ ചെറുപ്പം മുതൽ തന്നെ ഡാൻസ് പഠിപ്പിക്കാൻ കൊണ്ടുപോയതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചെറുതാകുമ്പോൾ ഡാൻസ് ക്ലാസ് കൊണ്ടുപോകും, പിടിച്ചു കൊണ്ടുപോകും. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു ഡാൻസ് ഒന്ന് പഠിക്കാൻ. പക്ഷെ അമ്മേൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഡാൻസ് പഠിച്ചതും എല്ലാ സൺഡേസിനും ക്ലാസ്സിന് പോയത്. അത്രയും എതിർപ്പ് ഉണ്ടായിട്ടും, കാരണം അത്ര ഒരു സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു വീട്ടിൽ നിന്ന് ഇങ്ങനെ പോകാനൊന്നും. അന്നൊക്കെ നമ്മൾ ഒരുമിച്ചായിരുന്നു, അങ്ങനെ ഒരു സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. അച്ഛനും വലിയ സപ്പോർട്ട് ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് അമ്മേൻ്റെ ഒരൊറ്റ ഇതിലാണ് ഞാൻ ഡാൻസ് പഠിച്ചത്. അപ്പം ഞാൻ ഈ കോൺഫിഡൻറ്റോട് കൂടി എവിടെ നിൽക്കുകയാണെങ്കിലും എവിടെ പെർഫോം ചെയ്യുകയാണെങ്കിലും എപ്പോഴും ഞാൻ ഒരാൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒരു ഐറ്റം പഠിപ്പിക്കുകയാണെങ്കിലും ഒക്കെ എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യം, എനിക്ക് അമ്മ അന്ന് തന്ന ആ ഒരു എന്താ പറയുക, എന്നെ പിന്നാലെ നടന്നിട്ട് ചെയ്ത് തന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. ഇനി എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് എൻ്റെ കുഞ്ഞുമോളെയാണ്. അപ്പോൾ ഇവളെ ഇതുപോലെ തന്നെ ഫ്ലോറിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇവളെ പറ്റി എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇവള് നല്ല കുട്ടിയാണ്, ഗുഡ് ഗേൾ ആണ്. ഒരുപാട് മാറ്റം വന്നു, അതിന് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. നമ്മൾ ഈ ഷോയിൽ വന്നതിന് ശേഷം ഫസ്റ്റ് കണ്ട മോളല്ല, ഇപ്പം ഒരുപാട് ചേഞ്ചസ് വന്ന് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണ്. ഇനി കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറേ കൂടി ആൾക്കാരെ പരിചയപ്പെടുത്താനുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ. അപ്പോൾ നമുക്ക് അവരെയും കൂടി കാണാം. ഇത് വിഷ്ണു, എൻ്റെ കസിനാണ്. എൻ്റെ ഓരോ റൗണ്ടിനും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇവൻ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവനെന്താ ഞാൻ ഇപ്പോൾ ഫിനാലയിൽ നിൽക്കുമ്പോൾ ഞങ്ങളോട് പറയാനുള്ളത് അവൻ്റെ അഭിപ്രായങ്ങൾ. ഇപ്പോൾ ലിഷേച്ചും നിധിയും ഇപ്പോൾ ഫൈനലിൽ എത്തിയത് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും ഫുൾ ഫാമിലി ഹാപ്പിയാണ്, സന്തോഷമാണ്, എല്ലാവരും എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇവർ ഫൈനലിൽ വിജയിക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവരും ആശംസിക്കുന്നു. താങ്ക് യു. ഇതാണ് ഞങ്ങളുടെ കുടുംബം. ഇവരാണ് എന്നെ ഇത്രയും കാലം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഈ ഫൈനലിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളെ മാക്സിമം ഞങ്ങളവിടെ പെർഫോം ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. கருவாடு ஊற வச்ச சோறு, உப்பு கருவாடு ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு. முத்தமிட்டு நெத்தியில மார்புக்கு நெத்தியில செத்து விட தோணுதடி எனக்கு. உப்பு கருவாடு ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு. முத்தமிட்டு நெத்தியில மார்புக்கு மத்தியில செத்து விட தோணுதடி. ഷോയുടെ വേദിയിൽ ഒരുപാട് അടിപൊളി പെർഫോമൻസസ് കാഴ്ചവെച്ചിട്ടുള്ള നിവേദിതയ്ക്കും ലിഷയ്ക്കും വിഷിംഗ് ദം എ വെരി ഓൾ ദി ബെസ്റ്റ്.